അങ്ങനത്തെ ഒരു വഖഫാദാർ അതിനുണ്ട്. പിന്നെ അത് ദുർബലപ്പെടാൻ അവരെ ന്യായം പറയുന്നത് വഖഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് വഖഫാണ് എന്ന് പറയുന്ന ആൾക്ക് വാക്കിഫിന് നിശ്ചയങ്ങളൊക്കെ നിശ്ചയിക്കാം. വാക്കിഫിൻ്റെ നിശ്ചയമാണ് അതിൽ പരിഗണിക്കേണ്ടത്. അത് അതുപോലെയാണ് നടത്തേണ്ടത്. എന്തിനാണോ അദ്ദേഹം വഖഫാക്കിയത് എന്തിലൊക്കെ അത് ചെലവഴിക്കാം, ആരൊക്കെയാണ് നോക്കി നടത്തേണ്ടത് തുടങ്ങിയ നിബന്ധനകളൊക്കെ വാക്കിഫിന് വെക്കാം, വഖഫ് ചെയ്ത ആൾക്ക് നിശ്ചയിക്കാം. അതാണ് നിയമം. ആ അടിസ്ഥാനത്തിൽ അതിലൊരു വാചകമുണ്ട് അവസാനത്തിൽ. ഇത് കോളേജിന് വേണ്ടിയിട്ടാണല്ലോ. ഭൗതികമായ കോളേജ് സർക്കാർ തലത്തിൽ കൺട്രോളുള്ള കോളേജായിരിക്കും. മാനേജ്മെൻറ്റിലാണെങ്കിലും സർക്കാർ കൺട്രോളിലായിരിക്കും അതുണ്ടാവുക. ശമ്പളം കൊടുക്കുന്നതൊക്കെ സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ കോളേജ് ഗവൺമെൻറ് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ കമ്മിറ്റി കാലഹരണപ്പെടുകയോ കമ്മിറ്റിയിൽ എന്തെങ്കിലും അങ്ങോട്ടൊക്കെ അടിപിടിയൊക്കെ ഉണ്ടാവാലോ, അങ്ങനെ ദുർബലമായി പോവുകയോ ചെയ്താൽ പിന്നെ നോക്കി നടത്താൻ ആൾ വേണ്ടേ? ഈ സ്വത്ത് നോക്കി നടത്താൻ കമ്മിറ്റിക്ക് കൊടുത്താൽ കമ്മിറ്റിയാണ് നോക്കി നടത്തേണ്ടത്. നമുക്കൊക്കെ മലയാളമൊക്കെ മനസ്സിലാകുന്നില്ലേ നമുക്ക് പറയുന്നത്? ആർക്കത് മനസ്സിലാവാത്തത്? വഖഫാക്കുന്നത് ഒരു കമ്മിറ്റിക്ക്, ആ പള്ളി കമ്മിറ്റി കൊടുത്താൽ പള്ളി കമ്മിറ്റിയാണ് നോക്കി നടത്തുന്നത്, വേറെ പ്രത്യേകം നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ. പള്ളി കമ്മിറ്റിക്ക് ദൗർബല്യം വന്നുകയോ അത് ഇല്ലാതാവുകയോ ചെയ്താൽ വഖഫ് ചെയ്ത കുടുംബത്തിലെ മൂത്തവർക്ക് അത് കൈകാര്യം ചെയ്യാം. അവർക്ക് തന്നെ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞാൽ വഖഫ് ദുർബലപ്പെടുത്തണം എന്നല്ല. അതിൻ്റെ നോട്ടം നാദിർ മുതവല്ലി എന്ന് പറയുന്ന സ്ഥാനം പദവി ആർക്കാണ്? എൻ്റെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു തരണമെന്നാണ് അതിൻ്റെ വാചനം. അതെല്ലാവർക്കും തിരിയുന്ന ഒരു സംഗതിയാണ്. ഇതിന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ആ വാക്കുണ്ടായത് കൊണ്ട് അത് വഖഫല്ല എന്ന് പറയുന്നത്. അത് ശരിയല്ല, അതാർക്കും തിരിയും. എന്ന് മാത്രമല്ല 2-3 കോടതി വിധികൾ തന്നെയുണ്ട് അത് വഖഫാണ് എന്ന്. അവർക്ക് വായിച്ചാൽ തിരിയില്ലേ? അവർക്ക് വായിച്ചാൽ തിരിയുന്നതാണല്ലോ, എല്ലാവർക്കും വായിച്ചാൽ തിരിയുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വിധിച്ചിട്ടുണ്ട്, ഒരുപാട് വിധികളുണ്ട്. അതോടുകൂടെ തന്നെ കഴിഞ്ഞ സർക്കാർ കാലത്ത് അച്യുതാനന്ദൻ സർക്കാർ കാലത്ത് നിസാർ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷനെ വെച്ചിരുന്നു ഈ വിഷയത്തിൽ. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വളരെ വിശദമായിട്ട് അതിനെ പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അത് വഖഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വഖഫ് ബോർഡ് വിധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും അത് വഖഫാണെന്ന് വിധിച്ചിരിക്കുന്ന ഒരു സ്വത്താണ് ഈ സ്വത്ത്. ഇത് കൈകാര്യം ചെയ്യേണ്ടത് ഫറൂഖ് കോളേജിലെ വഹാബി കമ്മിറ്റിയാണ്. അതൊന്ന് മനസ്സിലാക്കണം. വഹാബികളുടെ കമ്മിറ്റിയാണ്, അവരാണത് കൈകാര്യം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ വഹാബികളുടെ എല്ലാ പണിയും അതാണ്. ഹക്കും ബാത്തിലൊന്നും വേണ്ടേ? അപ്പം അതുകൊണ്ട് അവർ വിറ്റതാണ്. അവരേതോ ഒരാളെ മുക്തിയാറ് കൊടുത്തുകൊണ്ട് ഏൽപ്പിച്ചത് പ്രകാരം അദ്ദേഹത്തിൻ്റെ ആൾക്കാർക്കൊക്കെ അത് വിൽക്കുകയോ അദ്ദേഹം കുറേ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദുർബലപ്പെട്ടു പോയതാണ്. കുറച്ച് കയ്യേറ്റക്കാർ നേരത്തെ ഉണ്ട്. അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള അതിൻ്റെ അടുത്തുള്ള സർക്കാർ ഭൂമിയൊക്കെ കയ്യേറിയ ആൾക്കാരെ പോലെ തന്നെ ഇതും കയ്യേറിയിട്ടുണ്ട്. നിങ്ങളോട് ഞാനിത് കഥ പറയേണ്ടതില്ലല്ലോ, നിങ്ങൾ കാണുന്ന സാധനമാണല്ലോ ഈ സാധനം. അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുകയാണ്. അങ്ങനെയുള്ള ആ വഖഫ് സ്വത്ത് ഇപ്പം ആ വഖഫ് ആർക്കാണോ അർപ്പിച്ചിരിക്കുന്നത് അവർ പറയുന്നു ഇത് വഖഫല്ല എന്ന്. എന്തൊരു തോന്നിയാസാണിത്! വഹാബികൾക്കല്ലാതെ ഇത് ആർക്കാൽ പറയാൻ കഴിയുക? മനുഷ്യന്മാർക്ക് പറയാൻ കഴിയോ? അവർക്ക് വഖഫ് കൊടുത്ത ഈ സാധനം ഞങ്ങളുടെ വഖഫല്ല എന്ന് പറയാ. ഈ സമുദായം മനസ്സിലാക്കണം, സമൂഹം മനസ്സിലാക്കണം. നമ്മളെ പള്ളി കമ്മിറ്റിക്ക്, മഹലിലെ പള്ളി കമ്മിറ്റിക്ക് വഖഫാക്കി, ആ പള്ളി കമ്മിറ്റി പറയാതെ വഖഫല്ല എന്ന്. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? അടിച്ച് നാട് കടത്തണ്ടല്ലേ? അപ്പം ഇതാണ് സ്ഥിതി. അതിനിപ്പം കുറേ രാഷ്ട്രീയക്കാരൊക്കെ ഇറങ്ങിയിട്ട് വഖഫല്ല ഓലും പറയുന്നുണ്ട്. ഓൽക്കെന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെ കുറച്ച് കുടുംബക്കാരുണ്ട്, വോട്ടർമാരുണ്ട്. ആ വോട്ടർമാരെ വോട്ട് കിട്ടണം, അതിനാണ് വേണ്ട. അതിനെന്ത് തോന്നിയാസുകൾക്ക് പറയാം. അതാണ് രാഷ്ട്രീയക്കാരുടെ സ്ഥിതി. ആ നിലക്ക് അവരങ്ങനെ കൈകാര്യം ചെയ്യുന്നു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ന്യായമായിട്ടും പറയാനുള്ളത്, ഏതൊരു മനുഷ്യനും കേട്ടാൽ തിരിയാവുന്ന ഒരു ഭാഷയിൽ പറയാനുള്ളത്, ആ പാവങ്ങൾ വഞ്ചിക്കപ്പെട്ടവരാണ്. പലരും അവിടെ വഞ്ചിക്കപ്പെട്ടവരാ. പൈസ കൊടുത്ത് വാങ്ങിയവരുണ്ട്, അല്ലാത്തവരൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പം അതുകൊണ്ട് അവരെ റോട്ടിലേക്ക് ഇറക്കി വയ്യാധാരമാക്കരുത്. അവരെ രക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ ആരാൻ്റെ കൊടുത്ത് രക്ഷിക്കാനല്ല, വഖഫിൻ്റെ കൊടുത്ത് രക്ഷിക്കാൻ പറ്റില്ല. വഖഫ് അത് ലാ യുബാഉ വലാ യൂറസു വലാ യുഹബു എന്നാണ്. അതാർക്കും കൊടുക്കാനും പാടില്ല, അനന്തരെടുക്കാനും പാടില്ല, വിൽക്കാനും പാടില്ല. വഖഫ് ഖിയാമം നാൾ വരെ അവിടെ നിൽക്കണം. വഖഫ് സ്വത്ത് ഖിയാമം നാൾ വരെ നിൽക്കണം. അത് മാറ്റാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. കഷ്ടപ്പെട്ടോലാന്ന് വിചാരിച്ച് അവർക്ക് വിതരണം ചെയ്യാൻ പറ്റില്ല. വഖഫായിട്ട് ഫറൂഖ് കോളേജിൻ്റെ തന്നെയായിട്ട് നിലനിർത്തുക. ഫറൂഖ് കോളേജിന് വേണ്ടെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ വേറെ ആലോചിച്ച് ചെയ്യണം. തിരിച്ചു പിടിക്കണം. ആ കാര്യത്തിൽ സംശയമില്ല.
അപ്പോൾ ഈ പാവങ്ങൾ എന്താക്കും? ഈ പാവങ്ങൾ ആരാണോ പൈസ വാങ്ങിയത്, ആ വസ്തു വിറ്റ് പൈസ വാങ്ങിയത് ആരാ? അതല്ലേ ന്യായം? ആർക്കും തിരിയല്ലേ ന്യായം? ആരാണ് പൈസ വാങ്ങിയത്? ഓല പിടിക്കുക, കൊടുക്കണ പൈസ എന്നറിയാം, പൈസ കൊണ്ടാന്ന് പറയാ. എന്നിട്ട് അവർക്ക് ആവശ്യമായ വീടും സ്ഥലവും ഉണ്ടാക്കി കൊടുക്കുക. വലിയ മോശക്കാർ വന്നാൽ ഫറൂഖ് കോളേജ് കമ്മിറ്റിക്കാർ അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന വലിയ വലിയ പണക്കാർ തന്നെയാണ് അതിൻ്റെ തലപ്പത്തുള്ളത്. ഓലെ പിടിച്ചിട്ട് ശരിക്കും കൈകാര്യം ചെയ്താൽ അത് കിട്ടും. പരിഹരിക്കൽ അത് തന്നെയാണ്, ഏത് സർക്കാരും പരിഹരിക്കേണ്ട അതാണ്. അപ്പോൾ സർക്കാരും നാട്ടുകാരും ഒക്കെ കൂടിയിട്ട് ഒരു പരിഹാരം, അങ്ങനെ ആ പാവപ്പെട്ടവരെ കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരും പറഞ്ഞുകൊണ്ട് കുറച്ച് മാഫിയാസ് കൊണ്ട് റിസോർട്ട് മാഫിയകളൊക്കെ അതിൻ്റെ പിന്നിൽ ഇവരെ ഇറക്കിയിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാം. പാവപ്പെട്ടവരൊന്നുമല്ല, പാവപ്പെട്ടവരുടെ പിന്നിൽ വലിയ വലിയ മാഫിയകളാണ്. അവരെ തന്ത്രമാണ് പാവപ്പെട്ട മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കളി കളിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കി അവരൊക്കെ പിടിച്ചിട്ട് അവരെ നിന്ന് പൈസ തിരിച്ചു വാങ്ങിയിട്ട് പാവപ്പെട്ടവർക്ക് അനുയോജ്യമായ സ്ഥലവും വീടും ഉണ്ടാക്കി കൊടുക്കണം. പരിഹാരം ഉണ്ടാവും. ഇത് നമുക്ക് സർക്കാരിനോട് പറയാനുള്ളതാണ്, പിണറായി സർക്കാരിനോടും പറയാനുള്ളത് തന്നെയാണ്. വേറെ കമ്മീഷനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കമ്മീഷൻ ഇങ്ങനെ ഓരോ ആഴ്ചയും കമ്മീഷൻ വെക്കേണ്ട പണിയല്ല. ഒരു കമ്മീഷൻ വെച്ച റിപ്പോർട്ട് വളരെ ശരിയാണ്, കോടതി വിധികളൊക്കെ ശരിയാണ്, ആധാരം ശരിയാണ്, എല്ലാ ഓഫീസിലെ റെക്കോർഡും ശരിയാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു വാങ്ങണം, തിരിച്ചു വാങ്ങിയിട്ട് അവരെ പരിഹരിക്കണം. ഇതേ ആ വിഷയത്തിൽ പറയാനുള്ളൂ.